അപ്പോൾ ഗൈസ് കുറേ കാലത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ കൊടൈക്കനാൽ പോവാണ് ഗൈസ്. സോ അതിൻ്റെ തലേ ദിവസത്തെ വീഡിയോ ആണത്. സോ നമ്മൾ ലുലുവിൽ പോയി കുറച്ച് പർച്ചേസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ ലുലുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ഈ കുലുക്കി സാധനങ്ങൾ, കുലുക്കി സർബത്ത് അങ്ങനത്തെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് അതും കുടിച്ചിട്ട് നേരെ ലുലുവിൻ്റെ മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറി സ്റ്റുഡിയോയിൽ പോകാനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അവിടെ കുറേ ബുക്സൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫറിന്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഞാൻ ട്രയൽ റൂമൊന്ന് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. സോ അതുകൊണ്ട് ഞാൻ ഈ ഡ്രസ്സ് എടുത്തില്ല. സോ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടോ നമ്മുടെ ഈശാൻ ബേബി നല്ല ഉറക്കമാണ്. അപ്പോൾ അവനെ ഉറക്കത്തിൽ നിന്നൊക്കെ എണീപ്പിച്ച് നമ്മൾ ഫുൾ റെഡിയായി. ഇതേ ഇപ്പോൾ വീടിൻ്റെ അവസ്ഥ ഈസ് ലൈക്ക് ദിസ്. അപ്പോൾ നമ്മൾ അങ്ങനെ യാത്ര തിരിക്കുവാണ് ഗൈസ്. സോ കൊടൈക്കനാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ പോകില്ലേ, കൊടൈക്കനാൽ ഊട്ടി ട്രിപ്പ്, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ കൊടൈക്കനാൽ ഇതുവരെ പോയിട്ടില്ല. ഊട്ടി പണ്ട് എപ്പോഴോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകുന്ന സമയത്തുള്ള ആ ഒരു വ്യൂ എല്ലാം നല്ല രസമാണ്. നമ്മൾ ആ ഹെയർ പിൻ വളവ് തിരിയുമ്പോഴുള്ള ആ പ്ലേസ് കാണാൻ നമുക്ക് നല്ല ഭംഗിയാണ്. സോ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് റീസെറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു യാത്രകൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നി. പക്ഷെ നമ്മൾ തിരഞ്ഞെടുത്ത സമയം വാസ് ലിറ്റിൽ മോശം ഗൈസ്. സോ ആ ടൈം സീസൺ ആയതുകൊണ്ട് തന്നെ ഒടുക്കത്തെ തിരക്കായിരുന്നു. ബട്ട് വലിയ പ്രശ്നമില്ലാതെ നമ്മളത് ഈ കൊടൈക്കനാലെത്തിയാൽ തന്നെ അവിടുത്തെ ഫ്ലവേഴ്സ് ആണല്ലോ അതിലത്തെ ഹൈലൈറ്റ്. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് അവിടെ നിന്ന് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കൊടൈക്കനാൽ ലേക്കിൻ്റെ സൈഡിലേക്കാണ് പോയത്. അപ്പം ഇഷാനുവിനെ കൊണ്ട് അത്രയും നേരം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ കൊടൈക്കനാൽ ലേക്കിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അവിടെ ഇങ്ങനെ പിക്ചേഴ്സ് വരച്ചു കൊടുക്കുന്നതും പിന്നെ ഇങ്ങനെ ബലൂൺസ് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് ലൈക്ക് 5 ബലൂൺസ് നമുക്ക് പൊട്ടിക്കാനായിട്ട് 100 റുപ്പീസ് അങ്ങനെ ആയിരുന്നു അതിൻ്റെ ചാർജ്. അപ്പോൾ നമ്മൾ അതൊക്കെ അയാനോന് ചെയ്യണമെന്ന് പറഞ്ഞ് അതൊക്കെ കുറച്ച് നേരം ചെയ്തു. പിന്നെ നമ്മൾ അവിടെ ഒരു ഗാർഡൻ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് നടക്കാണ്. ആ പോകുന്ന വഴിയിൽ ഫുൾ ഇങ്ങനെ കുറേ കച്ചവടക്കാരും ഈ സ്വെറ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മൾ നോക്കി നടന്നു. പിന്നെ അവിടെ ഗാർഡൻ്റെ സൈഡ് എത്തിയ സമയത്ത് ലൈക്ക് ഇറ്റ് വാസ് ഭയങ്കര തിരക്കായിരുന്നു. അതൊരു മെയ് ആ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ, സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നടന്ന് കുറച്ച് നേരം നോക്കി നിന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇഷാനുവിന് ആ തിരക്കിൻ്റെ ഇടയിൽ നടക്കണം എന്ന് പറഞ്ഞ് ആകെ ഇതാക്കി. പിന്നെ നമ്മൾ അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൗണ്ടിലൂടെ അപ്പോൾ അവനെ നടത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ പെയ്ത് നമ്മൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഓരോ ട്രിപ്പും നമുക്ക് സത്യത്തിൽ ഓരോ ടേക്ക് അവേസ് തരൂല്ലേ. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമുക്ക് കുഞ്ഞു കുട്ടികളെയും കൊണ്ട് ട്രിപ്പ് പോകാനായിട്ട് ലൈക്ക് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാം. പക്ഷെ അവർക്ക് ആവശ്യമുള്ള നെസസറി സാധനങ്ങൾ ലൈക്ക് അവർക്കിപ്പോൾ ഫ്ലാസ്ക്, ചൂടുവെള്ളം, പിന്നെ അവരുടെ ഫുഡ് ഐറ്റംസ്, റെഡിമെയ്ഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഫുഡ് ഐറ്റംസ് കാര്യങ്ങളെല്ലാം നമ്മളുടെ കയ്യിൽ വയ്ക്കുകയാണെങ്കിൽ ലൈക്ക് നമുക്ക് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ രാത്രിയിലത്തെ കൊടൈക്കനാൽ കാണാനായിട്ടൊരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. സോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം അങ്ങനെ രാത്രി ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇവിടെ കിട്ടുന്ന മെയിനായിട്ടുള്ള സംഭവം മീൻസ് ലൈക്ക് ഹോട്ട് ചോക്ലേറ്റ് ഇവിടുത്തെ കൊടൈക്കനാലത്തെ ഭയങ്കര ഫേമസ് ആണ്. എല്ലായിടത്തും നമ്മുടെ ഇവിടെ ചായക്കടയുള്ള പോലെ ഇവിടെ എല്ലായിടത്തും ഹോട്ട് ചോക്ലേറ്റ് വിൽക്കുന്ന കടകളുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അപ്പം ആ ഒരു വ്യൂ പോയിൻ്റ് കാണാൻ വേണ്ടി ഇറങ്ങി. സോ ദിസ് ഇസ് ദ വ്യൂ ഗൈസ്. അതിന് ചുറ്റുമുള്ള തിരക്ക് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. സോ ഭയങ്കര തിരക്കായിരുന്നു. അവിടെയും ഇതുപോലെ ഷോപ്പിങ്ങിന് കുറേ സംഭവമുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുത്ത സ്ഥലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ ഗുണ കേവ് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അവിടെയാണ് ഗൈസ് ട്വിസ്റ്റ് നടക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ ലൈക്ക് ഭയങ്കര ഭംഗിയുള്ള നമ്മൾ ഇങ്ങനെ
ഫിലിംസിലൊക്കെ കാണുന്ന പോലത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു പീസ് ഓഫ് മൈൻഡ് കിട്ടുന്ന ആ പ്ലേസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ ഗുണാ കേവിൻ്റെ സ്ഥലത്തെത്തി. അപ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്കായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പൈൻ ഫോറസ്റ്റ് കാണുന്ന ആ ഒരു പ്ലേസിലേക്കാണ് പോയത്. ആൻഡ് ഇവിടെ നല്ല ഭംഗിയുള്ള പൈൻ ഫോറസ്റ്റും അങ്ങനെ നല്ല കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ജസ്റ്റ് നമുക്ക് ഒരു വാവ് അത്രയേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിൽ പോവാണ്. അടുത്ത സ്പോട്ട് നമ്മൾ ആ ലേക്കിൽ ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോഴേക്കും ഒരു ഈവനിങ് ആയി. ആൻഡ് ഈവനിങ് ആ ലേക്കിൽ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. We don't have any boundaries, but there's something that I need to know. You said that you'd never doubt me, but it's time to get on with the show. Give me a reason, tell me about everything that. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് യാത്ര ലൈക്ക് എൻഡപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഹോട്ട് ചോക്ലേറ്റും കൂടെ കുടിച്ചിട്ട് അവിടുത്തെ നമ്മൾ കൊടൈക്കനാലിനോട് ബൈ പറഞ്ഞ് പോവാണ് ഗൈസ്. സോ ഈ വ്ളോഗ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ, സ്റ്റേ ട്യൂൺഡ്.